അതീവ താല്പര്യത്തോടെ നമ്മളങ്ങനെ വായിച്ചു വരികയാണ്. അങ്ങനെ വായിച്ച് വരുന്ന സമയത്ത് ദേ നോക്കിയേ, അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയി. ഈ മാതൃഭൂമിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പുസ്തകം ഇനി തിരിച്ചയച്ചു കൊടുക്കണം, അതിൻ്റെ സ്റ്റാമ്പ് ചാർജ് ഞാൻ കൊടുക്കണം. ഞാനാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എൻ്റെ പേരും സ്റ്റാമ്പും ഒക്കെ ചെയ്ത് വയ്ക്കും. അത് എനിക്ക് ഓരോ പുസ്തകവും ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് അത് എവിടെ നിന്നാണ് വാങ്ങിയത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതാറുണ്ട്. എല്ലാ പുസ്തകങ്ങളും പേജുകളൊക്കെ ഒന്ന് പരിധി നോക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. കൂടാതെ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. സോ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോയില്ല. ഇത് മെയ് 21 എങ്ങാണ്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ പുസ്തകം. അപ്പോൾ രാത്രി, അതായത് അർദ്ധരാത്രി 12:30 തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു ഇത് എനിക്ക് അയച്ചു തന്ന ആൾക്ക്. അപ്പോൾ പുള്ളി ഹെൽപ്ലെസ് ആണ്, എന്താ ചെയ്യാൻ പറ്റാം. അപ്പോൾ തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു അവർ. അതിൻ്റെ കൂട്ടത്തിൽ വലിയ ഡയലോഗ്, തിരിച്ചെടുക്കാനൊന്നും പാടില്ലാത്തതാണ്, പേരെഴുതിയിട്ടുള്ളതല്ലേ. പക്ഷേ അക്ഷരങ്ങൾ ഇങ്ങനെ പോയി എൻ്റെ വായന നശിപ്പിച്ചതിനെ പറ്റിയിട്ട് യാതൊരുവിധ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. എനിക്ക് പുറത്ത് പോയിട്ട് ഇത് വാങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ് ഓൺലൈനിൽ സമീപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നാൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സ്കാൻ ചെയ്ത് ആ പേജ് ഇങ്ങോട്ട് അയക്കും, ഞാൻ പരിഹാരം ചെയ്തോളാം. പറഞ്ഞു വന്നത് എൻ്റെ പരിഹാരമാണിത്. അതായത് ഞാനത് പേജ് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചങ്ങ് വെച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എൻ്റെ പുസ്തകങ്ങളിൽ വരച്ച് വയ്ക്കുന്നോ മാർക്ക് ചെയ്യുന്നോ ഒന്നും. എന്നിട്ടും ഇതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അതായത് ഞാനോരോ പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കും. 5-6 ബുക്സ് ആയിരിക്കും വാങ്ങുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഞാനത് വായിക്കുന്നത്. ഞാൻ ആ പേജസൊക്കെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി ഓരോ പേജും നോക്കണം. അതിവൻ നമ്മൾ നേരിട്ട് പോയി വാങ്ങുമ്പോഴായാലും ഈ പേജുകളെല്ലാം തന്നെ ഒരുമിച്ച് ഒട്ടിയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പല പുസ്തകങ്ങളുടെ സ്റ്റോളിൽ പോയാൽ ഇങ്ങനെയും കിട്ടും നമുക്ക്. സോ അതെല്ലാം നോക്കി സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാങ്ങിയാൽ കൊള്ളാം. സോ കാരണം എനിക്കിത് ഉപേക്ഷിക്കാൻ വയ്യാത്ത അത്രയും മനോഹരമായൊരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് മരണക്കൂട്ട് എന്നാണ്. വളരെ നല്ലൊരു പുസ്തകമാണ്. എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഹാപ്പി റീഡിങ്.